ഏലിയാസ് കോളേജിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിന്റെയും മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആന്റണി ജോൺ MLAയുടെ കൈറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആന്റണി ജോൺ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇതിനൊരു പ്രോഗ്രാം കോളേജിന്റെയും കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെയും നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ രംഗത്ത് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം തന്നെ ഇതിന് വേണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത്. അതേതായാലും നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളോടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നന്നായിട്ടത് പ്രയോജനപ്പെടുത്തിയെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കോട്ടപ്പടിയിൽ 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏതാണ്ട് 5000-ലേറെ കുട്ടികൾ ഒരു ദിവസം ഈ കോട്ടപ്പടി എന്ന ഗ്രാമത്തിൽ വന്ന് പോവുകയാണ്. അപ്പോൾ ഈ നാടിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിലെല്ലാം ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൽക്കുരിശ് പള്ളിയുടെ ഈ സ്ഥാപനങ്ങൾ. അതിലിപ്പോൾ നമുക്കറിയാം, കോളേജ് തുടങ്ങിയിട്ട് ഏതാണ്ട് 19 വർഷം പൂർത്തിയാവുകയാണ്. ചുരുങ്ങിയ 19 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികവുറ്റ സ്ഥാപനങ്ങളിൽ ഒന്നായി നമ്മുടെ ഈ കോളേജിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവേലിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കരിയർ ഗുരു PR വെങ്കിട്ടരാമൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. പഠിച്ചു കഴിഞ്ഞു, നിനക്ക് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ പഠിക്കണ്ട. ഫസ്റ്റ് ഇയർ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക. ബയോളജി എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. ബയോളജി എടുത്തു പറഞ്ഞു നടക്കണ കാര്യം. +1 ബയോളജി കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ +2 മക്കള് പഠിക്കുമ്പോൾ ചെയ്യണം, ഏൺ ചെയ്യണം. അവിടെ റേഷ്യോ ഉണ്ടാവും. +1 +2 30% ലേണിംഗ്, 70% ലൈഫ് സ്പെൻഡ് ഓൺ ലേണിംഗ്. നമ്മുടെ ജീവിതത്തില് 18 മണിക്കൂറാണ് ഉറങ്ങാണ്ടിരിക്കുന്നത്. ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് 18 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 12 മണിക്കൂർ, 12 മണിക്കൂർ വരെ ഉറങ്ങുന്നത്. നിങ്ങളുടെ ചോദ്യം, എത്ര മണിക്കൂർ ജീവനോടെ ഇരിക്കുന്നു? ജീവനോടെ വെച്ച് കഴിഞ്ഞാൽ ഉണർന്നിരിക്കുന്നു. 30% ഇതിൽ സ്പെൻഡ് ചെയ്യണം. 70% ചെയ്യണം. നമ്മുടെ രാജ്യത്ത് കേരളത്തെ എവിടെ ഇല്ലാതെ വാർത്തയിലുണ്ട്, പൂനെയിലുണ്ട്. അവിടെയൊക്കെ +2 പിള്ളേര് 30% ലേണിംഗ് ആൻഡ് 70% ലേണിംഗ്. കോളേജ് മാനേജർ സുനിൽ ജോസഫ്, ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P മാത്യു, അനുപമ സുകുമാരൻ, കൽക്കുന്നേൽ പള്ളി ട്രസ്റ്റി ജോർജ്, മാർ ഏലിയാസ് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി, സെന്റ് ജോർജ് സ്കൂൾ മാനേജർ വർഗീസൂട്ടി, ജോസഫ് എന്നിവർ പങ്കെടുത്തു. മാർ ഏലിയാസ് കോളേജും മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ആന്റണി ജോൺ MLAയുടെ കൈറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കരിയർ ഗുരു ഡോക്ടർ PR വെങ്കിട്ടരാമൻ സാർ നേതൃത്വം നൽകി. കോതമംഗലം പെരുമ്പാവൂർ മേഖലയിലെ +1 +2 ഡിഗ്രി ഹൈസ്കൂൾ കഴിഞ്ഞ കുട്ടികളും രക്ഷകർത്താക്കളുമായി 200ഓളം പേർ പങ്കെടുത്തു. മീഡിയ സൃഷ്ടി കോതമംഗലം.